ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കീം 2026 കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തേക്ക് ഡിഫക്റ്റീവ് ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത പോലെ തന്നെ കീമിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ കയറുന്ന സമയത്ത് അവിടെ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ എൻജിനീയറിങ്ങിൻ്റെയും ബി.ഫാമിൻ്റെയും കാറ്റഗറി ലിസ്റ്റിൻ്റെ PDF ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമുക്ക് കീമിൽ ജനറൽ റാങ്ക്, അതായത് നമുക്ക് കിട്ടിയ ആ റാങ്കും ആപ്ലിക്കേഷൻ നമ്പറും കാണാവുന്നതാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സീരിയൽ നമ്പറാണ് നമുക്ക് കാറ്റഗറി വൈസ് നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ PDF ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ ജാതിപരമായിട്ടുള്ള കാറ്റഗറി, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്താണ് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ജാതിപരമായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്, അതുപോലെ നമ്മൾ സ്കൗട്ട്, ഗൈഡ്, സ്പോർട്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിക്കുള്ള കാറ്റഗറി ലിസ്റ്റ്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് കോളേജിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാറ്റഗറി വൈസ് എത്ര റാങ്ക് എന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അത് ഓപ്പൺ ആയ ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി കാറ്റഗറി ലിസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ അതിന് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്.